ഇന്ന് നമുക്ക് ഒരു അടിപൊളി വെറൈറ്റി പായസം ഉണ്ടാക്കാം. അതും വളരെ എളുപ്പത്തിൽ കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു പകുതീൻ്റെ പകുതിയെ ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ. അതൊന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതും എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ബീട്രൂട്ട് വെച്ച് ചെയ്യുമ്പോൾ ഇതിലേക്ക് പാലും പഞ്ചസാരയൊക്കെ അങ്ങ് ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ബീട്രൂട്ട് ആണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്കിപ്പോൾ മൊത്തത്തിൽ 1 കവറ് മിൽമ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ 500 ml അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ ഒരു 10 രൂപേൻ്റെ 1 കവർ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചവ്വരി നമ്മുടെ സാബൂനരി ഉണ്ടല്ലോ അത് കുറച്ച് വേവിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര പണിയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയായിട്ടത്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഇനിയിപ്പോൾ നമ്മൾ പായസമായിട്ട് ചൂടോടെ കുടിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ. അതൊരിക്കലും നിങ്ങൾ ബീട്രൂട്ടിൻ്റെ പായസമൊന്നും മനസ്സിലാവേ ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.